എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും MHL സ്മാർട്ട് ലാബ്സ്, ദുബായ് റോഡ്, എറിയാട്, ബഹദൂർ മാൾ, കാര ആൻഡ് മാനൂസ് പ്രോപ്പർട്ടീസ്, അസ്മാബി കോളേജ്. തീരത്തോട് ചേർന്ന് അനധികൃത മീൻപിടുത്തം, 3 ബോട്ടുകൾ പിടിച്ചെടുത്ത് ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം. തീരത്തോട് ചേർന്ന് കണ്ണിവലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. കയ്പമംഗലം കൂരിക്കുഴി പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് അനധികൃതമായി കരവലി നടത്തിയ പള്ളിപ്പുറം സ്വദേശി ഓസ്ബർട്ട് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ക്യൂൻ മേരി, കല്ലേറ്റുങ്കര സ്വദേശി സുധീർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സടക്കത്തുള്ള, പാളയംപറമ്പ് സ്വദേശി ആനന്ദ് ജോസഫ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കുളദേശു എന്നീ 3 ബോട്ടുകൾ പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം അഴീക്കോട് ഹാർബറിൽ പരസ്യ ലേലം ചെയ്ത് ലഭിച്ച 71,100 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും 3 ബോട്ടിനും 2 ലക്ഷം, 1,20,000, 90,000 എന്നിങ്ങനെ 4,10,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്ന് മീൻപിടുത്തം നടത്തിയതിനും കണ്ണിവലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ചതിനും ട്രോളറുകൾക്ക് നിരോധനമുള്ള 20 മീറ്ററിൽ കുറഞ്ഞ ആഴമുള്ള ഭാഗങ്ങളിൽ മീൻപിടുത്തം നടത്തിയതിനുമാണ് പിഴ ചുമത്തിയത്. ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസി, അഴീക്കോട് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സുമിത, മെറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, ER ഷിനിൽ കുമാർ, റെസ്ക്യൂ ഗാർഡുമാരായ റഫീഖ്, കൃഷ്ണപ്രസാദ്, ശ്രേയസ് എന്നിവർ അടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ടുകൾ പിടികൂടിയത്. വരും ദിവസങ്ങളിൽ ആഴക്കടലിലും തീരക്കടലിലും ഹാർബറുകളിലും രാത്രിയും പകലും പ്രത്യേക സംഘത്തിന്റെ പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ C. സീമ അറിയിച്ചു.